ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദികാൽ, കാൽ വിഭാജൻ ഏവം നാമകരൺ എന്ന ടോപ്പിക്കാണ്. ആദ്യമായിട്ട് തന്നെ ജോർജ് ഗ്രിയേഴ്സൺ ഒരു 12 രീതിയിൽ അദ്ദേഹം ആദികാലിനെ കാൽ വിഭാജൻ ചെയ്തിട്ടുണ്ട്. അതായത് डॉक्टर ग्रियर्सन ने द मॉडर्न वर्निकुलर लिटरेचर ऑफ हिंदुस्तान के 12वें अध्याय में काल विभाजन का स्पष्ट निर्देशन किया है. डॉक्टर ग्रियर्सन का काल विभाजन है चारण काल, 15वीं सदी का धार्मिक पुनर्जागरण, അടുത്തത് മലിക് മുഹമ്മദ് ജായസി का प्रेम काव्य, അടുത്തത് ബ്രജ് का कृष्ण काव्य, അടുത്തത് മുഗൾ ദർബാർ, അടുത്തത് തുളസീദാസ്, അടുത്തത് തുളസീദാസ് की अन्य परवर्ती, അടുത്തത് 18वीं शताब्दी, അടുത്തത് कंपनी के शासन में हिंदुस्तान, അടുത്തത് വിക്ടോറിയ के शासन में हिंदुस्ताൻ, അടുത്തത് വിവിധ അജ്ഞാത കവി എന്ന ഈ രീതിയിലാണ് അദ്ദേഹം കാൽ വിഭാജൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് മിശ്രബന്ധോമുഖ കാൽ വിഭാജനാണ്. ആദ്യം പ്രാരംഭിക് കാല്, മാധ്യമിക് കാല്, അലങ്കൃത കാല്, പരിവർത്തൻ കാല്, വർത്തമാൻ കാലാണ്. അതിൽ പ്രാരംഭിക് കാല് വരുന്നത് 700 മുതൽ 1444 ആണ് വരുന്നത്. അടുത്തത് മാധ്യമിക് കാല് 1445 തൊട്ട് 1680 വരെയാണ്. അടുത്തത് അലങ്കൃത കാല് 1681 തൊട്ട് 1889 വരെയാണ്. അടുത്തത് പരിവർത്തൻ കാല് 1890 മുതൽ 1925 വരെയാണ്. അടുത്തത് വർത്തമാൻ കാല് 1926 മുതൽ. അടുത്തത് ആചാര്യ രാമചന്ദ്ര ശുക്ലക കാൽ വിഭാജനാണ്. ആദ്യകാൽ, പൂർവ്വമധ്യകാൽ, ഉത്തരമധ്യകാൽ, ആധുനിക് കാല്. അതിന് ആദ്യകാല് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് വീർ ഗാഥാകാല്, പൂർവ്വമധ്യകാല് ഭക്തികാല്, ഉത്തരമധ്യകാല് രീതികാല്, ആധുനിക് കാല് ഗദ്യകാല്. ഈ ആദ്യകാലിന് വേറൊരു പേര് ചോദിക്കാറുണ്ട്, വീർഗാഥാകാല്. മധ്യകാല് ഏത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതെന്ന് ചോദിക്കാറുണ്ട്, ഭക്തികാല്. പിന്നെ ഉത്തരമധ്യകാല് രീതികാല്. അപ്പോൾ ഒന്ന് നോക്കുക. അതിൽ ആദ്യകാലം 1050 തൊട്ട് 1375, ഭക്തികാല 1375 തൊട്ട് 1700 വരെ. അടുത്തത് രീതികാല 1700 തൊട്ട് 1900 വരെ. അടുത്തത് ഗദ്യകാല 1900 തൊട്ട് 1984 വരെ. അടുത്തത് ഡോക്ടർ രാംകുമാർ വർമ്മ का കാൽ വിഭാജനാണ്. സന്ധികാല്, ചാരൺകാല്, ഭക്തികാല്, രീതികാല്, ആധുനിക് കാല്. അതിൽ സന്ധികാല് 750 തൊട്ട് 1000 വരെ, ചാരൺകാല് 1000 തൊട്ട് 1375 വരെ, ഭക്തികാല 1375 തൊട്ട് 1700 വരെ, രീതികാല 1700 തൊട്ട് 1900 വരെ, ആധുനിക് കാല 1900 മുതൽ. അടുത്തത് ഡോക്ടർ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ കാൽ വിഭാജനം എങ്ങനെയാണ്? ആദ്യകാല്, ഭക്തികാല്, രീതികാല്, ആധുനിക് കാല്. ആദ്യകാല 1000 തൊട്ട് 1350, ഭക്തികാല 1350 തൊട്ട് 1700, രീതികാല് 1700 തൊട്ട് 1900, ആധുനിക് കാല് 1900 മുതൽ. പിന്നെ ആദർശ് ഒരു സർവപ്രചലിത കാൽ വിഭാജൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ആദ്യകാല് 700 തൊട്ട് 1450 വരെ, പൂർവ്വ മധ്യകാല് അതാണ് ഭക്തികാല്. പിന്നെ ഉത്തരമധ്യകാല്, രീതികാല്. അപ്പോൾ ഭക്തികാല 1450 തൊട്ട് 1750 വരെ, ഉത്തരമധ്യകാല 1750 തൊട്ട് 1850 വരെ. അടുത്തത് ആധുനിക് കാലാണ്. ആധുനിക് കാലിൽ 1850 തൊട്ടിട്ട് അതിൽ തന്നെ ഭാരതേന്ദു യുഗ്, ദ്വിവേദി യുഗ്, ഛായാവാദ് യുഗ്, പ്രഗതി പ്രയോഗവാദ്, നയി കവിത, നവലേഖൻ യുഗ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അടുത്ത നമ്മൾ രീതികാലിൻ്റെ നാമകരണമാണ് നോക്കുന്നത്. പല സാഹിത്യകാരന്മാർ പല പേരുകളിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മിശ്രബന്ധുവിനെ ആരംഭിക് കാൽ, डॉक्टर ग्रियर्सन ने चारण काल, आचार्य शुक्ल ने वीरगाथा काल, डॉक्टर हजारी प्रसाद द्विवेदी ने आदिकाल, राहुल सांकृत्यायन ने सिद्ध सामंत युग, डॉक्टर रमा शंकर शुक्ल रसाल ने जय काल और डॉक्टर मोहन अवस्थी ने आधार काल, धीरेन्द्र वर्मा ने अपभ्रंश काल, महावीर प्रसाद द्विवेदी ने बीज वेपन काल, गणपति चंद्र गुप्त ने प्रारंभिक काल और डॉक्टर वसुदेव सिंह ने उद्भव काल कहा है. അപ്പോൾ
നമ്മൾ ആദ്യകാലിൻ്റെ നാമകരണം നമ്മളൊരു കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണാം. അപ്പോൾ ഇതിൽ കാൽവിഭാജനം നാമകരണമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ നന്നായിട്ട് നോക്കുക. ധന്യവാദം.